ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നെതർലാൻഡിൽ മാസ് ഫുഡ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഇത് കണ്ടില്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക്കാണ്. ഇവിടെ വന്നിട്ട് റീകപ്പിൾ ചെയ്തിട്ട് ലോഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ കപ്പിൾ ചെയ്തിട്ട് പോകാനാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. അതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കൊടുത്തേക്കുന്ന 22 ഇന്നത്തെ ഡേറ്റാണ്, 9:30 ഞാൻ 9:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയതാണ്. പക്ഷേങ്കിൽ ഓഫീസിൽ ചെന്നപ്പോഴാണ് പറയുന്നത് ഇത് നാളത്തേക്കുള്ളതാണ്, ഞാൻ ലേശം നേരത്തെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഓർഡർ എനിക്ക് മാറ്റി കിട്ടാനാണ് സാധ്യത. ഞാൻ മാനേജർക്ക് ഇൻഫോം ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഓർഡർ വരണം, അടുത്ത ഓർഡർ വരുന്നവരെ ഇവിടെ തന്നെ പോസ്റ്റാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിലവിൽ വിസിറ്റിംഗ് വിസയൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്ന് ജോലി കയറി ഒരുപാട് പേരുണ്ട്. ആ സംഭവത്തിനൊന്നും ആരും ഇപ്പോൾ പൈസ കൊണ്ടുപോയി കളയണ്ട. കാരണം ലിത്വാനിയയിലെ മൈഗ്രസ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ വന്നിട്ടുണ്ട്. ജനുവരിയിലേ ഓപ്പൺ ആവുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതുപോലെ ഏജൻസി ത്രൂ ആണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഏജൻസി ഏതാണെന്നൊക്കെ. എൻ്റെ ഏജൻസീൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ലേശം കളിപ്പിക്കലൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയൊക്കെ പോയതാണ്. പിന്നെ ഞാൻ വന്നത് ലാറ്റ്വിയയിലേക്കാണ്. ഞാൻ അവിടെ നിന്ന് കൺട്രി ചേഞ്ച് ചെയ്തിട്ടാണ് ലിത്വാനിയയിലേക്കാണ് ജോലിക്ക് കയറിയത്. അപ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് ആരും അങ്ങനെ പോയിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് ഒരു ഏജൻസിക്കും പൈസ കൊടുക്കണ്ട. പിന്നെ ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാക്ക് ഹിസ്റ്ററി ശ്രദ്ധിക്കണം അവരുടെ. പിന്നെ അതുപോലെ അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കണം. പിന്നെ ജെന്യുവനായിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ യൂറോപ്പിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അന്വേഷിച്ചിട്ട് പൈസ കൊടുക്കുക. പിന്നെ നമ്മളെ ലിത്വാനിയ തന്നെ ഇനിയിപ്പോൾ ഡയറക്റ്റ് എടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.